നമസ്കാരം, മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ചാന്ദ്ര. വിവാദമുണ്ടാക്കാൻ സിംഹങ്ങൾക്ക് സീത എന്നും അക്ബർ എന്നും പേരിട്ടതെന്തിനെന്ന് ഹൈക്കോടതി. പേരുകളിൽ മാറ്റം നിർദ്ദേശിക്കുന്നുവെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സിലിഗുരിയിലെ സഫാരി പാർക്കിലെ സീത, അക്ബർ എന്നീ പേരുകൾ പുനർനാമകരണം ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പശ്ചിമബംഗാൾ മൃഗശാല അതോറിറ്റിയോട് കൽക്കട്ട ഹൈക്കോടതി വാക്കാൽ നിർദ്ദേശം നൽകി. എന്തുകൊണ്ടാണ് അത്തരം പേരുകൾ നൽകി വിവാദം സൃഷ്ടിക്കുന്നതെന്ന് ആശ്ചര്യപ്പെടുന്നു. വിശ്വ ഹിന്ദു പരിഷത്ത്, വടക്കൻ ബംഗാൾ ഘടകവും മറ്റ് 2 വ്യക്തികളും നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ പരാമർശം. ജൽപായ്ഗുരി സർക്യൂട്ട് ബെഞ്ച് ഒരു മൃഗത്തിന് ദൈവങ്ങളുടെയോ പുരാണ നായകന്മാരുടെയോ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയോ നോബൽ സമ്മാന ജേതാക്കളുടെയോ പേരിടാമോ എന്ന് ചോദിച്ചു. സ്വാമി വിവേകാനന്ദന്റെ പേരിലോ രാമകൃഷ്ണ പരമഹംസന്റെ പേരിലോ സിംഹത്തിന് പേരിടാമോ എന്നായിരുന്നു യഥാർത്ഥത്തിൽ ചോദ്യം. സ്കൂള്, ജോലി, നിയമനങ്ങൾ മുതൽ മറ്റ് നിരവധി പ്രശ്നങ്ങൾ വരെ പശ്ചിമബംഗാൾ ഇതിനകം തന്നെ നിരവധി വാദങ്ങളുടെ ഭാഗമാണെന്നും ഇത് നിരീക്ഷിക്കവേ സൗഗത ഭട്ടാചാര്യ അതിനാൽ വിവേകപൂർണമായ തീരുമാനമെടുക്കുക, ഈ വിവാദം ഒഴിവാക്കുക എന്നായിരുന്നു പറഞ്ഞത്. സിംഹങ്ങൾക്ക് വ്യത്യസ്ത പേര് നൽകാൻ മൃഗശാല അധികൃതരോട് ആവശ്യപ്പെടുന്നുവെന്നും ജഡ്ജി സംസ്ഥാന അഭിഭാഷകനോട് നിർദ്ദേശിച്ചു. ഇന്ത്യ ഒരു മതേതര രാജ്യമാണെന്നും ഓരോ സമുദായത്തിനും അവരവരുടെ മതം പിന്തുടരുവാനോ അവകാശമുണ്ടെന്നും കോടതി പറഞ്ഞു. സിംഹങ്ങൾക്ക് സീതയുടെയും അക്ബറിന്റെയും പേരിട്ടത് എന്തിനാണെന്നും അത് വിവാദമുണ്ടാക്കിയില്ലേ എന്നും കോടതി ചോദിച്ചു. സീത ഒരു വലിയ വിഭാഗം പൗരന്മാർ ആരാധിക്കുന്നുവെന്നും അക്ബർ വളരെ വിജയിച്ചതും മതേതരനുമായ മുഗൾ ചക്രവർത്തിയായിരുന്നുവെന്നും ജഡ്ജി പറഞ്ഞു. 2 മൃഗങ്ങളുടെയും പേരുകൾ താൻ പിന്തുണയ്ക്കുന്നില്ലെന്നും ജസ്റ്റിസ് ഭട്ടാചാര്യ കൂട്ടിച്ചേർത്തു. ഫെബ്രുവരി 12-ന് ത്രിപുരയിലെ സപാഹിജാല സുവോളജിക്കൽ പാർക്കിൽ നിന്നും സിലിഗുരിയിലെ ബംഗാൾ സഫാരി പാർക്കിലേക്ക് അക്ബർ എന്ന സിംഹത്തെയും സീത എന്ന സിംഹത്തെയും കൊണ്ടുവന്നു. ഒരു വിഭാഗം പൗരന്മാരുടെ മതപ്രകാരം വ്രണപ്പെടുത്തിയതിനാൽ പേരുകൾ മാറ്റണമെന്ന് അഭ്യർത്ഥിച്ച് VHP സർക്യൂട്ട് ബെഞ്ചിന് മുൻപാകെ ഹർജി നൽകുകയായിരുന്നു. 2 മൃഗങ്ങളുടെ പേരും ബംഗാളിലല്ല ത്രിപുരയിലാണെന്നും ഇത് തെളിയിക്കാൻ രേഖകളുണ്ടെന്നും പശ്ചിമബംഗാളിനെ പ്രതിനിധീകരിച്ച അഭിഭാഷകൻ വാദിച്ചു. അവിടെയാണ് പേരിടൽ നടത്തിയതെങ്കിൽ ത്രിപുരയിലെ മൃഗശാല അതോറിറ്റിയെ കൂടി കേസിൽ കക്ഷി ചേർക്കണമെന്നും ജഡ്ജി കൂട്ടിച്ചേർത്തു. ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ഇന്ത്യയിലെ ഒരു വലിയ വിഭാഗത്തിന്റെ കാരണമാണ് ഹർജിക്കാർ ഉയർത്തിക്കാട്ടുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നിലവിലെ ഹർജി റിട്ട് ഹർജിയായി നിലനിർത്താനാവില്ല. എന്നിരുന്നാലും പൊതു താൽപര്യ വ്യവഹാരമായി വീണ്ടും വർഗീകരിക്കാമെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു. 2 മൃഗങ്ങളുടെ പേരിടൽ ഇതിനകം തന്നെ പൂർത്തിയായി കഴിഞ്ഞുവെന്നും ചൂണ്ടിക്കാട്ടി ജസ്റ്റിസ് ഭട്ടാചാര്യ ഹർജി ഒരു പൊതു താൽപര്യ ഹർജിയായി പുനഃക്രമീകരിക്കാൻ ഹർജിക്കാർക്ക് അനുമതി നൽകി. വെള്ളിയാഴ്ചക്കകം പുനർവർഗീകരണം നടത്തിയാൽ 10 ദിവസത്തിനകം കേസ് പരിഗണിക്കുന്നതിനായി പൊതു താൽപര്യ ഹർജികൾ പരിഗണിക്കുന്ന റെഗുലർ ബെഞ്ചിന് രജിസ്ട്രി അയക്കുമെന്നും കോടതി വ്യക്തമാക്കി. തുടർന്ന് തന്റെ കോടതിയിലെ പട്ടികയിൽ നിന്നും ഈ വിഷയം ഒഴിവാക്കണമെന്നും ജഡ്ജി നിർദ്ദേശിച്ചു. വിഷയത്തിൽ വാദം കേൾക്കുന്നതിനിടെ 2 മൃഗങ്ങളെ ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാമിന് കീഴിൽ പശ്ചിമബംഗാളിലേക്ക് കൊണ്ടുവന്നതായും ഇതിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതായും സംസ്ഥാനത്തിന്റെ അഭിഭാഷകൻ വാദിച്ചു. 2018-ലും 2016-ലും യഥാക്രമം ത്രിപുരയിലാണ് സിംഹങ്ങൾ ജനിച്ചതെന്നും എന്നാൽ പേരുകൾ സംബന്ധിച്ച് ഇതുവരെ പ്രതിഷേധമൊന്നും ഉണ്ടായിട്ടില്ല എന്നും സംസ്ഥാന അഭിഭാഷകൻ പറഞ്ഞു. ബംഗാൾ എന്ന് ചിന്തിക്കുന്നത് രാജ്യത്തിന്റെ ബാക്കിയുള്ളവർ നാളെ ചിന്തിക്കുമെന്ന് നേതാക്കൾ പതിവായി പറയാറുണ്ടെന്നും ജഡ്ജി അഭിപ്രായപ്പെട്ടു. അതിനാൽ 2 മൃഗങ്ങളുടെയും പേര് മാറ്റി സംസ്ഥാനം പാത കാണിക്കണമെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. ഒരു മൃഗത്തിന് ഏതെങ്കിലും മതത്തിൽപ്പെട്ട ഏതെങ്കിലും ദൈവത്തിന്റെയോ രൂപത്തിന്റെയോ പേര് നൽകരുതെന്നും ജഡ്ജി വാക്കാൽ നിരീക്ഷിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മെട്രോ വാർത്ത.